ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ 1-2 ദിവസം നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് മെഡിറ്റേഷൻ്റെയും കുറച്ച് സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് മുതൽ അത് തരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥന മെഡിറ്റേഷനൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ ഇന്നാക്റ്റീവ് ആയിരുന്നു. അതാണ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പുതിയ എനർജി രൂപപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ തേടി സുപ്രധാനമായ സന്തോഷ വാർത്തകൾ എത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം. ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. യെസ്, ദ ഹീലിംഗ് എനർജിയാണ്. അതായത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ പേഴ്സണും വളരെയധികം ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു എനർജി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള എന്തോ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകളായിരിക്കാം. എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു. അത് ഈ പേഴ്സന്റെ ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലും ഒരു പക്ഷേ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വളരെയധികം വേദന തോന്നിക്കുകയും വിഷമം തോന്നിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ മനസ്സിൽ നിന്നും അതുപോലെ തന്നെ ചിന്തകളിൽ നിന്നുമൊക്കെ അത് മാഞ്ഞു പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാവില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും മായാതെ കിടക്കുന്ന എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി, നെഗറ്റീവ് എനർജി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫിനെ ആണെങ്കിലും നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുമായിരുന്നെങ്കിൽ പോലും അതിന് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണോ ഈ റിലേഷൻഷിപ്പിനെ മടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുമ്പോൾ എന്താണ് ഈ പേഴ്സണെയും നിങ്ങളെയും ഒരുപോലെ മടുപ്പിക്കുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത്, ആ ഒരു കാര്യം പരിപൂർണമായിട്ടും വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ അബണ്ടൻസ് ആൻഡ് സക്സസ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണെ തേടി വരാൻ പോകുന്ന ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് സാമ്പത്തിക പരമായിട്ടുള്ള അഭിവൃദ്ധി, അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ പുതിയ വീട്, ജോലി, നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് വീട്, അതുപോലെ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നടപ്പാത, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, നമ്മൾ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തോ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു റിസൾട്ട് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ലഭിക്കാറായി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. യെസ്, ആർക്കേഞ്ചൽ മെറ്റട്രോൺ മാലാഖയുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ മെറ്റട്രോൺ എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സ്റ്റെബിലിറ്റി, അതുപോലെ റൊമാൻറ്റിക് ലൈഫ്, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ റൊമാൻസിനെ ആണെങ്കിലും ഒരു നിലനിൽപ്പിനെ ആണെങ്കിലും നല്ല രീതിയിലുള്ള പ്രണയബന്ധത്തെ ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു മാലാഖയാണ്, ഒരു ഏഞ്ചലാണ് മെട്രട്രോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഏഞ്ചലിന്റെ അനുഗ്രഹം ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ആദ്യം ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എനർജിയും ഉണ്ടായിട്ടില്ലായിരിക്കാം, ഒരു തരത്തിലും പ്രൊട്ടക്ഷൻ കിട്ടാത്ത ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു മെട്രട്രോൺ, അതായത് ആ ഒരു ഏഞ്ചലിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എനർജി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. യെസ്, ദ ലവിങ് മാൻ ആണ് ഇവിടെ. നമുക്ക് ആ ഒരു പുരുഷന്റെ എനർജി നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ മനസ്സ്, അതായത് മനസ്സ് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പിടിച്ചു നിൽക്കുന്ന ഒരു പുരുഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകൾക്ക് സ്നേഹമില്ല എന്നല്ല പറയുന്നത്, പക്ഷെ പുരുഷന്മാർ വളരെയധികം റെഡിയാണ്, അതായത് കോംപ്രമൈസ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിൽ മനസ്സ് തുറന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലേക്ക് വരാനും, എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനും ഒക്കെ, അല്ലെങ്കിൽ എന്താണോ അത് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ പുരുഷന്മാര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോടൊപ്പം തന്നെ എത്തി നിൽക്കാൻ ഈ പേഴ്സൺ ഇനി തയ്യാറാവുകയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ സ്ത്രീകളായിരിക്കാം ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ പുരുഷന്മാരും കൂടെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ആദ്യം ഒരാളുടെ മാത്രം താല്പര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മാത്രം താല്പര്യമായിരിക്കാം, പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി ഈ പേഴ്സന്റെയും കൂടി താല്പര്യമാണ്, ഈ പേഴ്സന്റെയും കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. യെസ്, ഐസോലേഷൻ ആണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വകതിരിവുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഒറ്റപ്പെടലാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഏതോ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയപ്പോഴായിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയപ്പോഴായിരിക്കാം, എന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ വ്യക്തിയിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒറ്റപ്പെടലിലൂടെയാണ് ഈ പേഴ്സൺ പല കാര്യങ്ങളും തിരിച്ചറിയുകയും, ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, നിങ്ങളില്ലാതെ ആയപ്പോൾ, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഈ ഒരു തിരിച്ചറിവിലോട്ടൊക്കെ ഈ പേഴ്സൺ വന്നത്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് കൂട്ടുകാരുണ്ടാകാം, ഒരുപാട് കൊളീഗ്സ് ഉണ്ടാകാം, വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കാം ഈ പേഴ്സണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല, ഇപ്പൊ അവരാരും വേണ്ട, ഇപ്പൊ നിങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിനോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ദ ഓവറോൾ എനർജി ഈസ് വെരി ബ്യൂട്ടിഫുൾ, കാരണം ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളരെ പക്വതയോട് കൂടിയുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈവിടില്ല, കൈവിടാതെ ആ ഒരു ചേർത്ത് പിടിക്കൽ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കൈകൾ എപ്പോഴാണോ ഈ പേഴ്സൺ ചേർത്ത് പിടിച്ചിട്ടുള്ളത്, അത് ചിലപ്പോൾ ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയായിരിക്കാം, പിന്നീട് ലവ് ആയതായിരിക്കാം, എന്തും ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്തൊക്കെ ചോയ്സസ്, എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം, സാമ്പത്തികമാകാം, ആരോഗ്യപ്രദമാകാം, ഏത് രീതിയിൽ കഷ്ടപ്പാടുണ്ടായാലും നിങ്ങളുടെ ഈ ഒരു കൈ വിടാൻ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താൻ ഈ പേഴ്സൺ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്.
യെസ്, ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും സ്പെഷ്യൽ ആണ്. അപ്പോൾ നിങ്ങൾ വന്നു ചേർന്നതോടുകൂടി ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ അത് ഇപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു പുതിയ തുടക്കം നിങ്ങൾ ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സൺ അതും അനുഭവിച്ചു. മോശപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ, ഒറ്റപ്പെടൽ എന്തൊക്കെയാണോ, അതെല്ലാം അനുഭവിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത്. ഇവിടെ ഏതോ ഒരു സമയത്ത് നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം എങ്ങനെയെങ്കിലും റിയൂണിയൻ ആകണം എന്നുള്ളത്, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം വേണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ന്യൂ ബിഗിനിങ്സിന്റെ എനർജി നല്ല രീതിയിൽ തന്നെ ശക്തമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത്, യെസ് 1 ഇയർ, ലെറ്റർ എൽ, ഏപ്രിൽ, ക്രൈയിങ്, നമ്പർ 2, 18-ാം തീയതി, 669996, ഒക്ടോബർ, മലപ്പുറം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.